പാലാ നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ആരെന്നതിൽ നാളെ തീരുമാനമെന്ന് ജില്ലാ കോൺഗ്രസ് നേതൃത്വം പറയുന്നു. UDF ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നും കുതിര കച്ചവടത്തിന് കോൺഗ്രസോ UDFോ നിൽക്കില്ലെന്നും കോട്ടയം DC പ്രസിഡന്റ് നാട്ടകം സുരേഷ് 24 പറഞ്ഞു. അവിടെ UDF മത്സരിക്കും. ആര് മത്സരിക്കുന്നു എന്നുള്ളതും അവിടെ എടുക്കേണ്ട പൊളിറ്റിക്കൽ സ്ട്രാറ്റജി എന്താണെന്നുള്ളതും 2 ദിവസത്തേക്കും തീരുമാനമുണ്ടാവും. UDF ഒറ്റക്കെട്ടാണ്, ഒരേ മനസ്സോടെയാണ് നിൽക്കുന്നത്. നിയമപരമായി അവർ പാർട്ടി കൈപ്പത്തി ചിഹ്നത്തിൽ പാർട്ടിയുടെ ചിഹ്നത്തിൽ മത്സരിച്ച് ജയിച്ചവരാണ്. പാർട്ടിയുടെ വിപ്പ് ലംഘിച്ചപ്പോൾ അവര് സംഘടനാപരമായി അവർ പുറത്തായി. പാർട്ടി അവരെ പുറത്താക്കുകയും ചെയ്തു. കൂറുമാറ്റ നിരോധന നിയമം അനുസരിച്ച് കേസ് ഫയൽ ചെയ്തു. കോൺഗ്രസും UDFും ഒരു കുതിരക്കച്ചവടത്തിന് നിൽക്കുകയില്ല. ഇന്ന് വരെ നിന്നിട്ടുമില്ല, ഇനിയോട്ട് നിൽക്കുകയുമില്ല. കോട്ടയത്ത് നിന്നും ടോബി ജോൺസൺ തത്സമയം ചേരുന്നു. ടോബി, പാലയിലെ തെരഞ്ഞെടുപ്പിൽ കുതികാൽ വെട്ടും കുതിര കച്ചവടം നടക്കൂ? SK ഒന്നും പറയാൻ സാധിക്കില്ല. എന്തായാലും ഇപ്പോഴത്തെ LDFന്റെ ആത്മവിശ്വാസം അല്ലെങ്കിൽ ഈ വിമത കൗൺസിലർമാർ 5 പേര് കൂടി UDFനെതിരായിട്ട് നിൽക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ സുഖമായിട്ട് അവർക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും DCC പ്രസിഡന്റ് പറയുന്നത് UDFന്റെ ഒരു സ്ഥാനാർത്ഥി ഉണ്ടാകും, UDF ഒറ്റക്കെട്ടായി മത്സരിക്കുമെന്നാണ് പറയുന്നത്. അപ്പോഴും അവിടുത്തെ ആ ഒരു വിജയിക്കാൻ വേണ്ട ഒരു ഭൂരിപക്ഷം അവർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യത്തിൽ ഏകദേശം ഉറപ്പായിട്ടുണ്ട്. ഈ കോൺഗ്രസിൽ നിന്നും പുറത്തു വന്ന 5 കൗൺസിലർമാരിൽ 2 സ്ത്രീകളാണുള്ളത്. അതിൽ നിലവിലത്തെ ആക്ടിംഗ് ചെയർപേഴ്സൺ ആയിട്ടുള്ള മായ രാഹുൽ തന്നെ ഈ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിച്ചേക്കുമെന്നുള്ള വിവരം തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ മായ രാഹുലിനെ കേരള കോൺഗ്രസിന്റെയും LDFന്റെയും 12 പേരുടെ പിന്തുണ കൂടി ലഭിക്കും. അങ്ങനെ മൊത്തം 17 പേരുടെ പിന്തുണ ലഭിക്കുന്നതോടുകൂടി അവർക്ക് അനായാസം വിജയിക്കാൻ സാധിക്കുമെന്നും മനസ്സിലാക്കാൻ കഴിയുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് എന്തായാലും കോൺഗ്രസോ UDFോ ഇനി തയ്യാറല്ല. നിലവിൽ പുറത്തുപോയവർ, അതായത് വിപ്പ് ലംഘിച്ചതോടെ ഈ 5 പേരും വിമതരായി മാറിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവരെ അയോഗ്യരാക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ കൂടി നിയമ നടപടികൾ കൂടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് DCC പ്രസിഡന്റ് പറയുന്നു. അങ്ങനെ വരുന്നൊരു പശ്ചാത്തലത്തിൽ ഇവർ അയോഗ്യരാക്കപ്പെടാനുള്ള സാധ്യതകളുമുണ്ട്. പക്ഷേ അത് കോടതിയിലൊക്കെ പോയി അല്ലെങ്കിൽ കമ്മീഷന് മുൻപാകെയൊക്കെ പോയി മടങ്ങി വരുമ്പോൾ വർഷങ്ങൾ കഴിയും. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ UDFന് ഭരണം നഷ്ടമായിട്ടുണ്ട്. അത് തിരിച്ചു പിടിക്കാൻ യാതൊരു സാധ്യതയുമില്ല. ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് UDF മത്സരിപ്പിക്കാൻ സാധ്യതയുള്ളത് ദിയ പുളിക്കക്കണ്ടത്തെയും അതുപോലെ തന്നെ റിയ ചീരാങ്കുഴി എന്ന് പറയുന്ന ഒരു ലേഡിയുമാണ്, ഒരു കൗൺസിലർമാർ. ഇവർ രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചെയർപേഴ്സൺ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ തയ്യാറായേക്കും അല്ലെങ്കിൽ വന്നേക്കും. അങ്ങനെയാണെങ്കിൽ മായയും അല്ലെങ്കിൽ ഈ വരുന്നവരും തമ്മിലുള്ള ഒരു പോരാട്ടമായിരിക്കും ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പ് 19-ാം തീയതി നടക്കുന്ന ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിൽ നടക്കുക. അനായാസമായിട്ട് ഇപ്പോൾ വിമതരായിട്ട് നിൽക്കുന്നവർക്കും LDFനും വിജയിക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.